ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് കപ്പയും പോർക്ക് കറി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് കപ്പ എടുത്ത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴുകി എടുത്തിട്ട് വന്നിട്ട് നമുക്കതിനെ കുത്തിയെടുക്കാം. ഞാൻ കപ്പ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ മിക്കി എൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. എന്താ ചെയ്യുകയെന്നൊക്കെയാ. അവിടെ റൂബനും ബെല്ലായും കൂടെ കളിക്കുക. അവരെ നമ്മൾ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് ഓർത്ത് നമ്മൾ പുറത്തിറക്കി നിർത്തിയിരിക്കുവാണ്. നമുക്ക് കപ്പ അടുപ്പ് വെക്കാനായിട്ട് കുക്കറിൽ വെള്ളം വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇടാവാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് പോർക്ക് പീസാക്കി എടുക്കാം. കുറച്ച് നെയ്യ് കൂടുതലുള്ള പോർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് ഉരുക്കിയിട്ട് കറിയാക്കിയാൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഉരുക്കിയിട്ടില്ല. ഇത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ. അതായത് നമ്മളത് പതിയെ പീസാക്കി എടുത്ത് എല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി പോർക്കെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഗരം മസാല നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മസാലപ്പൊടി എടുത്ത് വയ്ക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് നമുക്ക് കട്ടാക്കിയെടുക്കാം. ഇനി ഇത് ഓരോന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ചേർക്കാം. കുറച്ച് സവോള ചേർക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി ചേർക്കാം. ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. അതിനുശേഷം മീറ്റ് മസാല ചേർക്കാം. ഇനി ഇത് നന്നായി നമുക്ക് പോർക്കിലേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നമ്മളിപ്പോൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. ഈ സമയത്ത് നമുക്ക് കപ്പയ്ക്ക് വേണ്ട തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ഒരു 3 അല്ലി ചെറിയുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മെൽറ്റാൻ ഇത്തിരി താമസമുണ്ട്. ഇതിലേക്ക് നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പീസ് നമുക്ക് വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഞാൻ പക്ഷേ ചതച്ചപ്പോൾ ചെറുതായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത്ര അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഊറ്റിയെടുത്ത കപ്പയാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. കപ്പയും തേങ്ങയും നന്നായിട്ട് യോജിച്ച് വരണം. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ പോർക്ക് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് പോർക്കിലേക്ക് ചേർക്കാനുള്ള സവാള വഴറ്റാൻ വേണ്ടി എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം.
ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്തതിൻ്റെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടില്ല, അതാണ് നമ്മളിപ്പോൾ ഇത് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് സവോള ചേർക്കാം. സവോള നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേനും നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എരിവിന് അനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഒരു ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇളകി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് തിളച്ച് വറ്റി വന്നിരിക്കുന്ന പോർക്കിലേക്ക് ഈ സവാള നമുക്ക് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി നന്നായിട്ട് നമുക്കിത് വേവിക്കാം. അങ്ങനെ നമ്മുടെ കപ്പയും പോർക്ക് കറി